ഹലോ, അസ്സലാമു അലൈക്കും. റിച്ചൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് 2 നേന്ത്രപ്പഴം കുറച്ച് റവ ഉപയോഗിച്ച് ഒരു 4 മണി സ്നാക്സ് ഉണ്ടാക്കിയാലോ? അങ്ങനെ നമ്മൾ നേന്ത്രപ്പഴം കൊണ്ടോ റവ ഉപയോഗിച്ച് ഉണ്ടാക്കാനുള്ള സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടി ഒരു പാൻ ഗ്യാസിൽ വെച്ച് അതിലേക്ക് 2 സ്പൂണ് നെയ്യ് ഒഴിച്ചു. ഈ നെയ്യ് ചൂടായി വരുന്ന സമയം നമ്മളിതിലേക്ക് ഇങ്ങനെ ചെറുതാക്കി നുറുക്കിയെടുത്ത പഴം ഇട്ടിട്ട് നല്ലോണം വാട്ടിയെടുക്കാം. പഴം നന്നായിട്ട് വാടി വരുന്ന സമയം ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കാം. ഈ പഞ്ചസാര പഴം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വരുന്ന സമയം കുറഞ്ഞ പഴത്തിലെ വെള്ളമൊക്കെ ഇറങ്ങി കുറഞ്ഞ് ഒരു നനവുള്ളതുപോലെയാവും. ആ ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർക്കാം. അങ്ങനെ പഞ്ചസാരയും പഴമൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മളിലേക്ക് ഒരു കപ്പ് തേങ്ങയും ഒരു പിഞ്ച് ഏലക്കാപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങയും നേന്ത്രപ്പഴമൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് നല്ല കുഴഞ്ഞ രൂപത്തിലായി വരണം. ഇങ്ങനെ ആയി വരുന്ന സമയം നമുക്കതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ തേങ്ങയും പഞ്ചസാരയും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല കുഴഞ്ഞ രൂപത്തിൽ വന്നിട്ടുണ്ട്. പഴമൊക്കെ നല്ലോണം വാടി ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ച ഒരു കപ്പ് റവ ചേർത്ത് നന്നായി ഇളക്കാം. റവയ്ക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം പഞ്ചസാരയും പഴം കൂടി നന്നായിട്ട് യോജിച്ച് വരുമ്പോൾ കുറഞ്ഞൊരു വെള്ളത്തിൻ്റെ പോലെ ഉണ്ടാവും. അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഈ റവ ഇതിൽ നിന്നിട്ട് നന്നായിട്ട് വേവും. നന്നായിട്ട് വെന്ത് നല്ല കുഴഞ്ഞ രൂപത്തിലാണ് സമയം നമുക്ക് തീ ഓഫ് ചെയ്ത് കുറച്ച് സമയം തണുക്കാനായിട്ട് വെക്കാം. തീ എപ്പോഴും സിമ്മിലാക്കിയിട്ട് വേണം നമ്മളിതൊക്കെ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ വേഗം അടിക്ക് പിടിക്കും. അങ്ങനെ നമ്മൾ റവയും പഴവും തേങ്ങയൊക്കെ നന്നായിട്ട് കട്ടിയായി ഉറച്ചൊരു മാവ് പോലെ ആയിട്ടുണ്ട്. ഇതേ രൂപത്തിലായി കിട്ടണം നമ്മളെ മിക്സ്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ വെക്കാം. തണുക്കാൻ വേണ്ടി വെക്കുമ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാം. കാരണം ഈ പാത്രം ചൂടുള്ളതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ കിടന്നിട്ടൊന്ന് ഡ്രൈ ആവും. പാത്രം ഇങ്ങോട്ട് ആവണ്ട. അപ്പോൾ നമുക്കിതൊന്ന് വേറെ പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റാം. അങ്ങനെ ഇത് ഞാൻ വേറെ പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുറഞ്ഞ ചൂട് മാറിയതിന് ശേഷം നമുക്കിതൊന്ന് ഉരുളാക്കി എടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരു വലിയൊരു ബൗൾസാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ചെറിയ ഉരുളകളായിട്ട് എടുക്കാം, അല്ലെങ്കിൽ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലെടുക്കാം. നമുക്ക് ഏത് ഷേപ്പാണോ താല്പര്യം ആ ഷേപ്പിലാക്കിയിട്ട് നമുക്ക് ഇത് ചൂടുള്ള എണ്ണയിലിട്ട് വറുത്ത് കോരാം. ഞാൻ നമ്മുടെ മിക്സ് ഇതുപോലൊരു റൗണ്ട് ഷേപ്പിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുമെന്ന് നമുക്ക് ഇങ്ങനെ ലഡു ഷേപ്പിലാക്കിയാണ്ട് വേണമെങ്കിൽ ആക്കാം. അതല്ല നമ്മൾ കട്ട്ലേറ്റ് ഷേപ്പിലാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അത് അവനവൻ്റെ താല്പര്യപ്രകാരം ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിത് കട്ട്ലേറ്റ് രൂപത്തിലാണ് ആക്കിയെടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഇത് ഷേപ്പിലാക്കിയെടുത്തിട്ടുണ്ട് നമ്മളെ മിക്സ്. ഇനി നമുക്കിത് ചൂടുള്ള എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാം. ഇത് വറുത്തെടുക്കാനായിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചത് ചൂടായി വരുന്ന സമയം നമുക്ക് ഈ കൂട്ട് ഓരോന്നായിട്ട് ഇതിൽ വറുത്ത് പോരാം. നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിരിക്കണേ. അപ്പോൾ നമുക്കിതിലേക്ക് ഓരോന്നിങ്ങനെ ഇട്ട് പൊരിച്ചെടുക്കാം. ഇത് നമ്മളെപ്പോഴും സിമ്മിലാണ് ചെയ്യാൻ. കാരണം
റവയൊക്കെ ഉള്ളതുകൊണ്ട് പുറം ഭാഗം നന്നായിട്ട് പെട്ടെന്ന് മുരിഞ്ഞ് വരും, ഉള്ളു വേവില്ല. അപ്പം നമ്മൾ സിമ്മിലിട്ടിട്ട് വേണം അതിങ്ങനെ ചെയ്തെടുക്കാൻ. ചായക്ക് 4 മണി ചായക്ക് നല്ലൊരു അടിപൊളി സ്നാക്സാണ്. ചൂട് ചായയും ഈ കട്ട്ലേറ്റൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ പഴവും റവയും വെച്ച് ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ റിച്വസ് വ്ലോഗ് കാണാത്തവരാണെങ്കിൽ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് കുത്തിപ്പൊട്ടിക്കുക. അപ്പോൾ എല്ലാവരും പഴവും റവയും വെച്ച് ഇങ്ങനെ ചെയ്ത് നോക്കണേ, മറക്കരുത്. അപാര ടേസ്റ്റാണ് കഴിക്കാൻ. ഓക്കെ, താങ്ക് യു.